ഉണ്ണിയമ്മേ കുമ്പടി വന്നു. എന്ത് തെറ്റാണ് ഭരണം പിടിക്കുന്നത് ഞങ്ങളുടെ സമുദായത്തിന് സ്ഥാപനങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നതും വർഗീയതയല്ല. എന്താണ് ഷാജി പറഞ്ഞത്? എന്താണ് നിങ്ങളെ അതിൽ ഷാജി പറഞ്ഞത് എന്താണ്? ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ട. അതിൽ ഷാജി പറഞ്ഞ എന്താണ്? നമ്മളല്ലാതെ ഇവർ ഭരിക്കുന്ന സമയത്ത് മുസ്ലിങ്ങളോട് വലിയ തോതിലുള്ള അവഗണന കാണിച്ചു. മുസ്ലിം മൈനോറിറ്റിയോട് വലിയ അവഗണന കാണിച്ചു. അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ആ കൂടിയാവണം നമുക്ക് ഭരണം കിട്ടണമെന്നല്ല അയാൾ പ്രസംഗിക്കുന്നത്. അവർ പാർട്ടി നിലനിൽക്കുന്ന മുസ്ലിം മൈനോറിറ്റി റൈറ്റ്സിന് വേണ്ടിയല്ലേ. സർട്ടിഫിക്കറ്റ് കൊടുത്താലും നിങ്ങൾ എത്ര ക്ലീൻ ചിറ്റ് കൊടുത്താലും ഷാജി പ്രസംഗിച്ചത് എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഷാജി പ്രസംഗിച്ചത് വെള്ളാപ്പള്ളി കൊടുത്തതോ? അല്ല, ഷാജിയുടെ പ്രസംഗം കുഴപ്പം. അല്ല, ഷാജിയുടെ പ്രസംഗം കുഴപ്പം. ഷാജിയുടെ പ്രസംഗം അരുൺകുമാറെ ക്ലീൻ ചിറ്റ് സമ്മതിച്ചു. അരുൺകുമാറെ, ഷാജിയുടെ പ്രസംഗം കുഴപ്പം. വെള്ളാപ്പള്ളി മലപ്പുറത്ത് ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന വ്യാജം പറഞ്ഞപ്പോ മിണ്ടിയോ നിങ്ങൾ? നിങ്ങൾ കണ്ട ഭാവം നടിച്ചോ? നിങ്ങൾ വലിയ ഓഡിറ്റ് നടത്തുന്നല്ലോ പ്രസംഗം കണ്ട ഓഡിറ്റ്. വെള്ളാപ്പള്ളി വർഗീയവാദിയാണെന്ന് പറയാം. വെള്ളാപ്പള്ളി വർഗീയവാദിയാണോ? വെള്ളാപ്പള്ളി വർഗീയവാദിയാണോ? അരുൺകുമാർ സ്കിപ്പ് അടിക്കേണ്ടി വരും. വെള്ളാപ്പള്ളി വർഗീയവാദിയാണോ? ഷാജി ആണെങ്കിൽ വെള്ളാപ്പള്ളിയാണോ? അല്ല, ഷാജി വർഗീയവാദിയാണെങ്കിൽ വെള്ളാപ്പള്ളിയാണോ? ഷാജി വർഗീയവാദിയാണെങ്കിൽ വെള്ളാപ്പള്ളിയാണോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഷാജി വർഗീയവാദിയാണെങ്കിൽ വെള്ളാപ്പള്ളി വർഗീയവാദിയാണോ? അല്ല, ഇത് ഞാനിത് ചോദിക്കട്ടെ. 2 ദിവസം മുമ്പ് സാക്ഷാത് രമേശ് ചെന്നിത്തലയോട് ഈ ചോദ്യം ചോദിച്ചല്ലോ. ഞാനിന്ന് രമേശ് ചെന്നിത്തലയുടെ ഇന്റർവ്യൂ എടുത്തിട്ട് വരികയാണ്. ഞാൻ ഈ ചോദ്യം ചോദിച്ചു. അദ്ദേഹം CPM സംസ്ഥാന സെക്രട്ടറിയും അരുൺകുമാറും കളിക്കുന്ന അതേ കളി കളിക്കുകയാണ്. ആരായാലും ഞങ്ങൾ എതിർക്കും, ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, സമുദായ നേതാക്കളുടെ ആഗ്രഹമില്ല. എന്റെ ചോദ്യം അരുൺകുമാറിനാണ്. ഷാജി വർഗീയത പറഞ്ഞെന്ന് പറയുമ്പോൾ നല്ല വോളിയം ഉണ്ടായിരുന്നു. അതിൽ പറയൂ, വെള്ളാപ്പള്ളി വർഗീയ പ്രചാരകനാണോ? ഷാജി വർഗീയ പ്രചാരകനെങ്കിൽ വെള്ളാപ്പള്ളിയാണോ? ഒറ്റ കാര്യം ഞാൻ പറയട്ടെ. ഈ ഒറ്റ കാര്യം ചോദിച്ചാൽ ആ ചോദ്യം പറയാനുള്ള അന്തസ്സ് കാണിക്കണം. വെള്ളാപ്പള്ളി വർഗീയവാദിയാണോ എന്ന് സാക്ഷാൽ രമേശ് ചെന്നിത്തലയോട് ചോദ്യം ചോദിച്ചു. മറ്റൊരു മാധ്യമ പ്രവർത്തകൻ പ്രധാനപ്പെട്ട ചാനലിൽ ആ ചാനലിൽ ചോദിക്കുമ്പോ കോൺഗ്രസ് പറയുന്ന മറുപടി എന്താ? അത്തരം ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു സമുദായ നേതാവിന് വർഗീയവാദിയാണോ അല്ലോ എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കോൺഗ്രസ് ആളല്ല. കോൺഗ്രസും കോൺഗ്രസിന്റെ നിലപാടില്ലായ്മ വളരെ എക്സ്പ്ലിസിറ്റ് ആണ്, പ്രകടമാണ്. നിങ്ങളുടെ നിലപാട് എന്താ? ഞങ്ങൾ പറഞ്ഞു, അപരമത വിദ്വേഷം ഉണ്ടാക്കുന്ന പ്രസ്താവന ആരും നടത്താൻ പാടില്ല. അത്തരത്തിലുള്ള പ്രസ്താവന നടത്തി ഞങ്ങൾ അപലപിച്ചു, കൃത്യമായി തള്ളി പറഞ്ഞു. 2-3 ദിവസം മുമ്പ് ഒരു മാധ്യമ വെള്ളാപ്പള്ളി വർഗീയ പ്രചാരകനായോ എന്ന് പറ. വെള്ളാപ്പള്ളി വർഗീയ പ്രചാരകനായോ ഇല്ലയോ എന്ന് പറ. വെള്ളാപ്പള്ളി വർഗീയ പ്രചാരകനായോ എന്ന് പറ. വെള്ളാപ്പള്ളി വർഗീയ പ്രചാരകനായോ? ഇതൊരു നടക്ക് പോണ മാതിരില്ല. വെള്ളാപ്പള്ളി വർഗീയ പ്രചാരകനായോ എന്ന് പറ. ഷാജി വർഗീയ പ്രചാരകനാണ്, വെള്ളാപ്പള്ളിയാണോ? സർട്ടിഫിക്കറ്റ് അത് കൈവശം വെച്ചാൽ മതി. അല്ല, അത് കൈവശം വെച്ചാൽ മതി. ചെന്നിത്തലയ്ക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, ഷാജിക്ക് സർട്ടിഫിക്കറ്റ്, എല്ലാവർക്കും വാരി കൊടുക്കും. എന്നിട്ട് CPM-ന്റെ നിലപാട് അത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഇന്റർവ്യൂ നടത്തിയെങ്കിൽ അതിന്റെ വീഡിയോ ഒന്ന് കാണിക്ക്. ആ ഇന്റർവ്യൂവിൽ എന്താ പറഞ്ഞേ? കോൺഗ്രസിന്റെ നിലപാട് ഇപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു. താങ്കൾ ആദ്യം പറഞ്ഞോ നിങ്ങൾ ഇനി അതെ ഇടഞ്ഞ ഞാൻ കൊമ്പൻ കൊലയില്ലാത്ത കൊമ്പൻ. അരുൺകുമാറെ, എനിക്ക് ഞാൻ വേണേ ലിങ്ക് അയച്ചു തരാം. നിങ്ങൾക്ക് വേണേ ഫുൾ വീഡിയോ കാണാം എല്ലാം, അല്ലെങ്കിൽ അതിന്റെ ആ പോർഷൻ മാത്രം കട്ട് ചെയ്തൊക്കെ ഞങ്ങളുടെ പേജിൽ അവൈലബിൾ ആണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ കൂടുതൽ സമയം ചെലവഴിച്ചത് അദ്ദേഹത്തെ കൊണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ നിലപാട് പറയിക്കാനാണ്. പറഞ്ഞില്ല, എനിക്ക് നിശ്ചിതമായ വിമർശനമുണ്ട്. പക്ഷെ നിങ്ങൾ രമേശ് ചെന്നിത്തല പറയല്ലേ, പറഞ്ഞിട്ടില്ല. അതിനൊന്നും നിങ്ങൾക്ക് ധാർമ്മിക പരിസരമില്ല. കാരണം നിങ്ങൾക്ക് നിലപാടില്ല. നിങ്ങൾക്ക് ഷാജി എന്ന് പറയുമ്പോൾ വലിയ ഒച്ചയായിരുന്നു.
മറ്റേ ചോദിക്കുമ്പോൾ ആര് വർഗീയത പറഞ്ഞാലും ഞങ്ങൾ എതിരാണ് കേട്ടോ. ആര് വർഗീയത പറഞ്ഞാലും ഞങ്ങൾ എതിരാണ്. ആര് വർഗീയത പറഞ്ഞാലും വെള്ളാപ്പള്ളി എന്നുള്ള പേര് മിണ്ടിയിട്ടില്ല CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ കുറിപ്പിൽ. ആര് വർഗീയത പറഞ്ഞാലും എതിർപ്പാണ്. ഇപ്പോഴാണെങ്കിൽ ഷാജി വർഗീയവാദിയല്ലേ, ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദിയല്ലേ, മുസ്ലിം ലീഗ് വർഗീയവാദിയല്ലേ, 100 നാവാണ്. മറ്റേതിൽ മിണ്ടത്തില്ല. മലപ്പുറത്തെ കുറിച്ചാണ് വെള്ളാപ്പള്ളി വ്യാജവും കള്ളവും വംശീയതയും പറഞ്ഞത്. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. നിങ്ങൾ സർക്കാരിന്റെ കീഴിൽ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ മലപ്പുറത്ത് നിവൃത്തിയില്ല. കൊടുക്കുന്നു ചെന്നിത്തലയ്ക്ക്. നിങ്ങൾ പതപ്പിച്ചോണ്ടിരിക്കല്ലേ. ബാക്കിയുള്ളവനെ കൂടെ മണ്ടനാക്കാൻ വേണ്ടി ഏറ്റവും ആദ്യം AK ആന്റണി എന്താ പറഞ്ഞേ? AK ആന്റണി പറഞ്ഞ വാചകം നിങ്ങളുടെ മുന്നിൽ ഇല്ലേ കൃത്യമായിട്ട്? AK ആന്റണി പറഞ്ഞ വാചകം ഞാൻ വായിക്കണോ? അപ്പൊ ആ സമയത്തൊക്കെ നിങ്ങൾ എത്ര സർട്ടിഫിക്കറ്റ് കൊടുത്തു? നിങ്ങൾ കൊടുത്തോണ്ടേ ഇരിക്കെ. ഇതാണോടാ നീ കണ്ടുപിടിച്ച ആനക്കാര്യം? ഓഹോ, അതും ലീക്ക് ഔട്ട് ആയോ? എടാ മണ്ട. അരുണിന്റെ അവസാനത്തെ ടേക്ക്. ഒറ്റ കാര്യം അല്ല, അതായത് 50 ലക്ഷം കോടി രൂപ കൊടുത്ത് നിങ്ങൾ കൊണ്ടുവന്ന കനകോലു പറയുന്നതെങ്കിലും എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? നിങ്ങളൊന്ന് സ്വീകരിക്ക്. ഭരണവിരുദ്ധ വികാരം കേരളത്തിലില്ല. LDFന്റെ അടിസ്ഥാന വോട്ടിൽ ഒരു ഇടിവും ഉണ്ടായിട്ടില്ല. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. ഭയങ്കരം തന്നെ. ഒറ്റ മിനിറ്റ് അല്ല റിജില, ഒച്ച ഉണ്ടാക്കല്ല. ഇതെല്ലാ ചർച്ചയിലും താങ്കൾ ചെയ്യും. 2 മിനിറ്റ് പറയാൻ അനുവദിക്കില്ല. ഒറ്റ കാര്യം, ഈ KSRTC ഒറ്റ മിനിറ്റ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകും. അടച്ചുപൂട്ടാനിരുന്ന KSRTC ഏറ്റവും കൂടുതൽ വരുമാനമുള്ള KSRTC ആയിട്ട് മാറി. പവർ കെട്ടില്ലാത്ത 10 വർഷം, അഴിമതിയില്ലാത്ത 10 വർഷം, എന്തോ എങ്ങനെ വർഗീയ കലാപങ്ങളില്ലാത്ത 10 വർഷം, ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത 10 വർഷം, നിയമന നിരോധനമില്ലാത്ത 10 വർഷം, പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാത്ത 10 വർഷം, ട്രഷറി അടച്ചുപൂട്ടാത്ത 10 വർഷം, ആണോ? ഭയങ്കര ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരാത്ത 10 വർഷം, റേഷൻ മുടങ്ങാത്ത 10 വർഷം, സ്കൂളുകൾ അടച്ചുപൂട്ടാത്ത 10 വർഷം, പാഠപുസ്തകം മുടങ്ങാത്ത 10 വർഷം, കിടപ്പാടം ജപ്തിയില്ലാത്ത നാട്. ഇതൊക്കെ ജനം മാലിന്യ നിർമ്മാർജ്ജനം, കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. ആരോഗ്യരംഗത്തിന്റെ അവസ്ഥ ജനങ്ങൾക്കറിയാം. ആശുപത്രിയിൽ ജീവനോടെ പോയാൽ തിരിച്ചിറങ്ങാൻ പറ്റാത്ത ആരോഗ്യരംഗാണ്. മരുന്നില്ലാത്ത ആശുപത്രിയാണ്. അതിന് സർക്കാരിന്റെ പെർഫോമൻസോ സർക്കാരിന്റെ വീഴ്ച എന്താണ് ജനം വോട്ട് ചെയ്ത് വോട്ട് ചെയ്യാന്നറിയാൻ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ വിഷയങ്ങൾ ഇങ്ങനെ കുളച്ചു പൊന്തിക്കൊണ്ടേയിരിക്കുന്നു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.